തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ആണ് ഇപ്പോൾ വലിയ തോതിൽ ആളുകൾ ചിന്നിച്ചിതറുന്ന സാഹചര്യത്തിലേക്ക് ശരീരഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. തൃശൂർ പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന വെടിക്കെട്ട് പുരയിൽ ആയിരുന്നു ഇന്നലെ സ്ഫോടനം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി ആണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നതാണ് വിവരം. അങ്ങനെ 7 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു എന്നതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 3 പേരെയാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് ഔദ്യോഗികമായ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക. പഴയന്നൂർ വെണ്ണൂർ പാറക്കുണ്ടിൽ വീട്ടിൽ സുദർശനൻ 54 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. പാലക്കാട് കല്ലൂർ കുമരനെല്ലൂർ മടിപ്പുറത്ത് വീട്ടിൽ കോർമൻ മകൻ വാസുദേവൻ 54 വയസ്സാണ്. കുണ്ടന്നൂർ പുതുക്കാട്ടിൽ വീട്ടിൽ വിജയൻ മകൻ സുവിൻ 39 വയസ്സാണ്. ഇവരുടെ മൃതദേഹം കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് വിവരം. അതോടൊപ്പം സുദർശൻ്റെയും വാസുദേവൻ്റെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തതായി ഔദ്യോഗികമായി തന്നെ സർക്കാർ അറിയിക്കുന്നുണ്ട്. ബാക്കി 6 പേർ, അതായത് 9 മൃതദേഹങ്ങളിൽ 6 പേരെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ പ്രേക്ഷകരെ വ്യക്തമാക്കേണ്ടത്. സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലായി തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് സാങ്കേതികമായ തുടർ നടപടിക്രമങ്ങളുടെ ഭാഗം കൂടിയാണ്. അതിന് ഒരു പക്ഷേ DNA പരിശോധന പോലെയുള്ള സംവിധാനങ്ങളെ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് കൃത്യമായി നമുക്ക് അറിയിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ വിവരങ്ങളും സർക്കാർ സംവിധാനങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതുപ്രകാരം 13 പേർ ആണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 46 വയസ്സുള്ള സതീഷ്, 45 വയസ്സുള്ള പ്രവീൺ എന്നിവർ വെന്റിലേറ്ററിൽ ആണ് എന്നതാണ്. അവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതായത് വൈദ്യസഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ജീവൻ നിലനിർത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം ചില ആളുകളെ ഡിസ്ചാർജ് ചെയ്തതായും വിവരങ്ങളുണ്ട്. അതിൽ സുഭദ്ര 68 വയസ്സ്, സുന്ദരൻ 46 വയസ്സ്, ഇങ്ങനെ 2 പേരെ ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കാര്യമായ പരിക്കുകൾ ഇല്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഒപ്പം ബാബു 56 വയസ്സ്, രാജേഷ് 40 വയസ്സ്, ഹരി 40 വയസ്സ്, അനിത 50 വയസ്സ്, അഖിൽ, ഉദയകുമാർ, ഭവാനി, വിഷ്ണു എന്നിങ്ങനെയുള്ളവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആണ് ചികിത്സയിൽ ഉള്ളത്. സാജൻ, വിൽസൺ എന്നിവരെ എലൈറ്റ് ഹോസ്പിറ്റലിൽ ആണ് ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ്. മറ്റൊരു വിവരം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ കണക്കുകൾ സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യതയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതൊരു വെടിക്കെട്ട് നിർമ്മാണശാലയാണ്. അവിടെ നിരവധിയായ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലി ചെയ്തവരിൽ എത്ര പേർ ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അതിൽ എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്, ഇതിൽ ഒക്കെയാണ് കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടത്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് വെടിക്കെട്ട് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആരെയെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ, അതായത് അവരെക്കുറിച്ച് ഇപ്പോഴും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ ബന്ധുക്കൾ കൺട്രോൾ റൂമിൽ അറിയിക്കണം എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരമുള്ള ടെലിഫോൺ നമ്പറുകളും ജില്ലാ കളക്ടർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. 8546144620 എന്ന നമ്പറിലോ 9447074424 എന്ന നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 8075011853 എന്നതാണ് മെഡിക്കൽ കോളേജ് കൺട്രോൾ റൂമിലെ ഫോൺ നമ്പർ. ഇത്തരത്തിൽ ഏതെങ്കിലും ആളുകളെ കാണാതായിട്ടുണ്ട് എങ്കിൽ അക്കാര്യം കൃത്യമായി അറിയിക്കണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റാരെങ്കിലുമൊക്കെ, നമുക്കറിയാം ഒരു പക്ഷേ ഈ അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ മാധ്യമ സംഘങ്ങൾ പോലും എത്തിയിരുന്നു ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിലേക്ക്. അങ്ങനെ മറ്റാരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ എത്തിയിട്ടുണ്ടോ എന്നത് പോലും ഇപ്പോൾ വ്യക്തമാകില്ല. അതുകൊണ്ട് തന്നെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ഈ കൺട്രോൾ റൂമിൽ അറിയിക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ അപകട സമയത്ത് അല്ലെങ്കിൽ അപകട സ്ഥലത്ത് ജോലി ചെയ്തിരുന്നവർ ആരെങ്കിലും സംഭവ സ്ഥലത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അവരും അക്കാര്യം കൃത്യമായി കൺട്രോൾ റൂമിനെ അറിയിക്കണം എന്ന നിർദ്ദേശം കൂടിയാണ് നൽകിയിട്ടുള്ളത്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഈ വിവരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായൊരു കണക്കിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല, മണിക്കൂറുകൾ പിന്നിടുമ്പോഴും എന്നതാണ്. പല സാധ്യതകൾ ഉണ്ട്. ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ പൂർണ്ണമായും ആ സമയത്ത് അവിടെ ഉണ്ടാകണമെന്നില്ല. പലരും ഉച്ചഭക്ഷണത്തിനൊക്കെ പിരിഞ്ഞതായുള്ള സൂചനകളുണ്ട്. മറ്റാരെങ്കിലുമൊക്കെ അവിടേക്ക്, ഇതൊരു 5 ഏക്കർ സ്ഥലമാണ്, അവിടേക്ക് സാധാരണ നിലയിൽ ആരും വരില്ല എന്ന് പറയുമ്പോൾ പോലും ഒരപകടമാണ്. നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത് അനുമോദ്.
തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു കണക്കിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും 35ആണോ 40ആണോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ളത്. ആശുപത്രിയിലുള്ള ആളുകളുടെ കണക്ക്, അതിന് ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു പോയവരുടെ എണ്ണം, അതിന് അപ്പുറത്ത് എത്ര പേരെ കാണാതായിട്ടുണ്ട്, ഇതാണ് ഇവിടെ അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് അറിയാനുള്ള ഒരു വഴി ബന്ധുക്കൾ, അതായത് ഇവിടെ ജോലിക്ക് വന്ന ആളുകളുടെ ബന്ധുക്കൾ അവരുടെ ഒപ്പം പ്രിയപ്പെട്ടവരുണ്ടോ, ഉണ്ടെങ്കിൽ ആ കാര്യം അറിയിക്കുക. അതല്ലെങ്കിൽ അവരെ കാണാതായിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുക. അപ്പോൾ മാത്രമാണ് ഇവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും. മാത്രമല്ല ഇവിടെ ഉള്ള ആളുകളുടെ കണക്ക് കൃത്യമായിട്ട് അറിയുന്നവർ പലരും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള വിവരശേഖരണം ഒന്നും പരിക്കേറ്റവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതാനാകില്ല. സ്വാഭാവികമായിട്ടും ബന്ധുക്കൾ മാത്രമാണ് ഇതിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമുള്ളത്. അപ്പോൾ അവരുടെ സേവനം, അവരുടെ ഭാഗത്തു നിന്നും പ്രിയപ്പെട്ടവർ വീട്ടിലെത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസിനെ അറിയിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണക്കുകളിൽ വ്യക്തത വരുത്താൻ അത് മാത്രമാണ് ഒരു പോംവഴിയായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ലഭിക്കുന്ന മൃതശരീരങ്ങളും അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങളും ഒന്നും തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നതുകൂടി മറ്റൊരു ദുര്യോഗമാണ്. അപ്പോൾ അത് തിരിച്ചറിയുക എന്നൊരു വലിയ പ്രയത്നമാണ്, വലിയൊരു വെല്ലുവിളിയാണ് മുമ്പിലുള്ളത്. അതിന് ഈ കൃത്യമായ DNA പരിശോധന നടത്തുക എന്നുള്ളതാണ് ആകെയുള്ള ഒരു പോംവഴി. ആ DNA പരിശോധന നടത്താൻ തന്നെ 3 ദിവസത്തോളം സമയം ഏറ്റവും ചുരുങ്ങിയത് വേണ്ടി വരും. അതിനുള്ളിൽ ഈ കണക്കുകളിൽ കൃത്യമായൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന് ഇത്തരത്തിലുള്ള വിവരശേഖരണം നടത്തിയേ തീരൂ എന്ന് പോലീസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതൽ പേർ അവരുടെ പ്രിയപ്പെട്ടവരെ തേടി ഇവിടേക്ക് എത്തുമോ, അവരുടെ ഭാഗത്തുള്ള വിവരശേഖരണം നടത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലാണ് ഇനി നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇനി പൂർത്തീകരിക്കാനുള്ള ഒരു നടപടി. എന്താണെങ്കിലും പലരും നമ്മൾ നോക്കുമ്പോൾ പോലീസിനോട് അവരുടെ അടുത്തെത്തി വിവരങ്ങൾ നൽകുന്നുണ്ട്, അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലാണ് ഇനി നടപടിയായിട്ട് പൂർത്തീകരിക്കപ്പെടുക. വലിയ ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇവിടെ നടപ്പിലാകുന്നത്. നമ്മൾ ഓരോ ദുരന്തങ്ങൾ കാണുമ്പോൾ മുണ്ടക്കയും ചൂരൽമലയിലും കവളപ്പാറയിലൊക്കെ കണ്ടതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അവിടെയും നമ്മൾ ഈ കെഡാവർ ഡോഗ്സിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും DNA പരിശോധനയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ കവളപ്പാറയിലും ചൂരൽമലയിലൊക്കെ തിരിച്ചറിയാൻ കുറേയും കൂടി എളുപ്പമായിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കത്തിക്കരിഞ്ഞ് ചിന്നിച്ചിതറിയ അവസ്ഥയിലുള്ള മൃതദേഹം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയാണ് എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള നടപടികൾ ആണ് ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇവിടെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, ശേഖരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് DNA പരിശോധന പരമാവധി വേഗം പൂർത്തീകരിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. അഭിലാഷ്. യെസ്, അനുമോദ്, തീർച്ചയായും അതായത് ഇപ്പോഴും ആ കണക്കുകൾ വ്യക്തമല്ല എന്നുള്ളതുണ്ട്. മന്ത്രി K. രാജൻ അത്തരത്തിലൊരു പ്രതികരണം നേരത്തെ നടത്തിയിരുന്നു. അതിലേക്ക് ഞാൻ വരാം പ്രേക്ഷകരെ. അതേസമയം ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ശേഷം പ്രതികരിക്കുകയാണ്. ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിച്ചാണ് അത് കണ്ടെത്തേണ്ടത്. സുരക്ഷാ വീഴ്ചയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.